കമ്പൈലർ ഡിസൈനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഫേസസ് ഓഫ് കമ്പൈലർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഫേസസ് ഓഫ് കമ്പൈലർ അതെന്താണെന്നും 6 ഫേസസ് ഉണ്ടെന്നും എല്ലാം നമ്മൾ അതിൽ പഠിച്ചു. 2 പാർട്ടായിട്ട് ജനറലി നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അനാലിസിസ് പാർട്ടും സിന്തസിസ് പാർട്ടും അത് നമ്മൾ നോക്കി. അനാലിസിസ് പാർട്ടിൽ മെയിൻലി 3 സ്റ്റേജസ് ഉണ്ട്. ലെക്സിക്കൽ അനാലിസിസ്, സിൻറ്റാറ്റിക് അനാലിസിസ് ആൻഡ് സിമാൻറ്റിക് അനാലിസിസ്. ആ 3 പോർഷൻ വരെയുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ കണ്ടത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിന്തസിസ് പാർട്ടാണ്. അതിനും 3 സ്റ്റേജസ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഫൈനലി കോഡ് ജനറേഷൻ. ഈ 3 സ്റ്റേജസ് ആണ് സിന്തസിസ് ഫേസിൽ ഉള്ളത്. അപ്പോൾ ഈ 3 സ്റ്റേജസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയ വ്യൂ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സിന്തസിസ് പാർട്ടിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ആയ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, ഇത് ആക്ച്വലി ഫേസസ് ഓഫ് കമ്പൈലറിലെ 4th ഫേസ് ആണ്. അപ്പോൾ അതിലേക്ക് പോകാം. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഇൻട്രോ പറഞ്ഞായിരുന്നു. ബേസിക്കലി ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സിമാറ്റിക് അനാലിസിസ് വരെ ആയിരുന്നു. അപ്പോൾ സിൻടാക്സ് അനലൈസർ ഒരു സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും? ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ സിൻടാക്സ് അനലൈസർ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സ്ട്രക്ചറിനെ സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൺവേർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജോബാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് പറയാം, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന കമ്പൈലറിന്റെ 4ാമത്തെ ഫേസിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ തൊട്ട് മുന്നേ ഉള്ള സിൻടാക്സ് അനലൈസർ പ്രൊഡ്യൂസ് ചെയ്ത സ്ട്രക്ചറിനെ ഒരു സ്ട്രീം ഓഫ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൺവേർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു ആണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന പോയിന്റ്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ കൺവേർട്ട് or create the structure produced by a syntax analyzer to a stream of simple instructions. Then ഈ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിന് ബേസിക്കലി 2 പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഈസി ടു പ്രൊഡ്യൂസ്. അതായത് ഇന്റർമീഡിയറ്റ് കോഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഇന്റർമീഡിയറ്റ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈസി ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഈസി ടു ട്രാൻസ്ലേറ്റ് ദ ടാർഗറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്നുള്ള സ്റ്റേജിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ടാർഗറ്റ് കോഡാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് കോഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈസി ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യാൻ. സെക്കൻഡ് ഓഫ് ഓൾ അത് ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാനും ഈസി ആയിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിന്റെ 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ട് ഒരു വർക്കിംഗ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഫോർ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. എക്സ് പ്ലസ് വൈ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയിരുന്നില്ലേ? പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60, അതുപോലത്തെ ഒരു എക്സാമ്പിൾ. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ബേസിക്കലി എത്ര ഓപ്പറേഷൻസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? മെയിൻലി 3 ഓപ്പറേഷൻസ് ആണ് ഈ ഒരു എക്സാമ്പിളിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. 3 ഓപ്പറേഷൻസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും ആ ഓപ്പറേഷൻസ്? ഫസ്റ്റ് എന്താണ് ഇവിടെ നടക്കുന്നത്? ബോർഡ് മാസ് അനുസരിച്ച് എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കത്തില്ല അത് നടക്കുന്നത്. അപ്പോൾ ഇസഡ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡബ്ല്യു അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ഇസഡ് ബൈ ഡബ്ല്യു. ഇസഡിനെയും ഡബ്ല്യുവിനെയും നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഓപ്പറേഷൻ എന്തായിരിക്കും? ആ കിട്ടിയ ആൻസറിനോടൊപ്പം വൈ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ടു വൈ, അതായത് ഈ ഫസ്റ്റ് സ്റ്റേജ് കിട്ടിയ ആൻസറിനെ ആഡ് ടു വൈ, വൈയുടെ കൂടെ ആഡ് ചെയ്തു. തേർഡ് സ്റ്റേജിൽ എന്തായിരിക്കും? ഈ ഒരു സ്റ്റേജ് കിട്ടുന്ന സെക്കൻഡ് സ്റ്റേജിൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എക്സ് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു അല്ലേ? അപ്പോൾ അസൈൻ ടു എക്സ്. ഈ 3 ഓപ്പറേഷൻ അല്ലേ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ സംഭവിച്ചതല്ലേ? ആദ്യം ഇസഡും ഡബ്ല്യുവും മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ആ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറിനോടൊപ്പം വൈ ആഡ് ചെയ്തു,
ഈ ഹോൾ ആൻസറിനെ എക്സിലേക്ക് അസൈൻ ചെയ്തു. ഈ 3 സ്റ്റേജസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് സ്റ്റേജിന് ശേഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ലെക്സിക്കൽ അനാലിസിസ് ആണ്. ലെക്സിക്കൽ അനാലിസിന് ശേഷം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാറും? നമ്മൾ തൊട്ട് മുന്നേ ഒരു എക്സാമ്പിൾ നോക്കി. എങ്ങനെയാണ് മാറുന്നത്? ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു ID4. ഇത് ഓരോന്നും ഓരോ വേരിയബിൾ ആയതുകൊണ്ടാണ് ID1, ID2, ID3, ID4 ഓപ്പറേറ്റേഴ്സ് എല്ലാം ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരെയാണ് ലെക്സിക്കൽ അനാലിസിസിന് ശേഷം നമുക്ക് കിട്ടുന്നത്. ഇനി കമ്പൈലർ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റിലെ ഓപ്പറേഷൻസ് നടക്കുന്ന ആ ഒരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെമ്പററി നെയിംസ് കമ്പൈലർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ID1, ID2 എന്നുള്ള പേരിൽ. അപ്പോൾ ഈ പേരുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം മുതൽ നോക്കിക്കൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ID1 ഈസ് ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ഇതല്ലേ നമ്മൾ ഫസ്റ്റ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കറസ്പോണ്ടിങ് ഇന്റർമീഡിയറ്റ് കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആഫ്റ്റർ ദ സിമാൻറ്റിക് അനാലിസിസ് ഫേസ് നമ്മൾ എന്ത് ചെയ്തു? ID1, ID2, ID3 എല്ലാം ഉണ്ട്. 60യെ റിയൽ ആയിട്ട് കൺവേർട്ടും കൂടെ ചെയ്തിരുന്നു. ആ ഒരു സ്റ്റെപ്പാണ് എക്സ്ട്രാ വന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഫസ്റ്റ് എപ്പോഴും താഴേത് മുകളിലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു റിയൽ, അതായത് റിയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 60യെ കൊടുത്തു. എന്നിട്ട് ആ കൺവേർട്ട് ചെയ്ത ഓപ്പറേഷനെ ഞാൻ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഞാൻ temp1 എന്നാണ് പേര് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ temp1 എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ഞാൻ 60 എന്ന നമ്പറിനെ റിയലിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ആ ഒരു ആൻസർ കൊണ്ട് വെച്ചു. ഇനി എന്താണ് ചെയ്തത്? 60 ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ കിട്ടി. ഇനി ആ 60യെയും ID3യെയും കൂടെ ഇൻറ്റു ചെയ്യണം, വേണ്ടേ? അപ്പോൾ ID3 ഇൻറ്റു 60. എന്നിട്ട് ആ ഒരു ആൻസറിനെ എന്ത് ചെയ്യുക? വേറൊരു ടെമ്പററി പൊസിഷനിൽ വേരിയബിളിൽ കൊണ്ട് വയ്ക്കുക. അതിന് temp2 എന്ന് പേര് കൊടുക്കാം. ഇനി എന്ത് ചെയ്തു? അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ആൻസർ temp2ലുള്ള ആൻസറും ID2ലുള്ള ആൻസറും നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ ID2 എന്നുള്ള വേരിയബിളും temp2ൽ ഇത്രയും ആൻസർ ഉണ്ട്, ഈ ആൻസർ. അപ്പോൾ ഇതിന് പോലെ temp2 എന്ന് കൊടുത്താൽ പോരെ? temp2 മീൻസ് ടെമ്പററി വേരിയബിൾ 2. അതും കൂടെ ആഡ് ചെയ്ത് അതിനെ ഞാൻ ടെമ്പററി വേരിയബിൾ 3ലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ലാസ്റ്റ് എന്താണ്? ഈ ഹോൾ ആയിട്ടുള്ള സംഭവം, ഈ ഒരു ഫുൾ RHS പോർഷൻ temp3ൽ ഇപ്പോൾ ഇരിപ്പുണ്ട്, ആ ഇത്രയും പോർഷൻ. അപ്പോൾ ആ temp3ൽ ഇരിക്കുന്നതിന് ID1ലോട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ temp3ൽ ഇരിക്കുന്ന ഡേറ്റ, അതായത് ഈ RHS പാർട്ട് ഫുൾ ID1ലേക്ക് ഞാൻ അസൈൻ ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന് ശേഷം കിട്ടുന്ന ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഇന്റർമീഡിയറ്റ് കോഡാണ് ഇത്രയും, ഈ 1, 2, 3, 4 ലൈൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ സ്റ്റേറ്റ്മെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന ഈ ഒരു ഫേസിൽ ജനറേഷൻ എന്ന ഫേസിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ അസംബ്ലി ലാംഗ്വേജ് അതുപോലെ മിഷൻ കോഡ് എന്നൊക്കെ 2-3 വേർഡ്സ് പറഞ്ഞായിരുന്നു. എന്താണ് ഈ ഇന്റർമീഡിയറ്റ് കോഡും അസംബ്ലി കോഡും തമ്മിലുള്ള വ്യത്യാസം? Actually, the primary difference between an intermediate code and assembly code is that intermediate code need not to specify a register. Okay, നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള രജിസ്റ്റർ ഇന്റർമീഡിയറ്റ് കോഡിൽ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അസംബ്ലി കോഡിൽ രജിസ്റ്റർ സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് R1, R2, R3 എന്നൊക്കെ പറയുന്ന രജിസ്റ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അസംബ്ലി കോഡിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ആ രജിസ്റ്റേഴ്സ് സ്പെസിഫൈ ചെയ്യണം. വൈ ഇൻ ആൻ ഇന്റർമീഡിയറ്റ് കോഡ് നോ നീഡ് ടു സ്പെസിഫൈ ദ രജിസ്റ്റർ. ആ ഒരു ബേസിക് ഡിഫറൻസ് ആണ് വരുന്നത്. അസംബ്ലി കോഡിൽ രജിസ്റ്റർ സ്പെസിഫൈ ചെയ്യണം, ഇന്റർമീഡിയറ്റ് കോഡിൽ നോ നീഡ് ടു സ്പെസിഫൈ ദ രജിസ്റ്റേഴ്സ് ടു ബി യൂസ്ഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതോടുകൂടി ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ സെക്ഷൻ കഴിഞ്ഞു.
സിമാറ്റിക് അനാലിസിസ്, സിന്റാറ്റിക് അനാലിസിനൊക്കെ ശേഷം കിട്ടിയ കോഡിനെ ഒരു ഇന്റർമീഡിയറ്റ് ഫോമിലേക്ക് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ജനറേഷൻ സ്റ്റേജ് നടക്കുന്നത്. ഇന്റർമീഡിയറ്റ് ജനറേഷൻ സ്റ്റേജ് നടക്കുന്നത് ഈ ഒരു കോഡിനെ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജിൽ പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് സിന്തസിസ് പാർട്ടിലെ രണ്ടാമത്തെ സ്റ്റേജും കമ്പൈലറിന്റെ ഫേസിലെ അഞ്ചാമത്തെ സ്റ്റേജുമായിട്ടുള്ള കോഡ് ഒപ്റ്റിമൈസേഷനിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. കോഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് ഓൾറെഡി ഒരു ഐഡിയ ഞാൻ തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, കണ്ടവർക്ക് മനസ്സിലായി കാണും. ഫിഫ്ത്ത് ഫേസ് കോഡ് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ബെസ്റ്റ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനെയാണ് ഒപ്റ്റിമൈസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് പാത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാലോ ബെസ്റ്റ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള കോഡിനെയാണ്, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡിനെയാണ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത്. എന്തിനായിരിക്കും കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും കോഡ് ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് തോന്നാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്തായിരിക്കും? ആക്ച്വലി ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോഡ് ഞാൻ ജനറേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ID1 = ID2 + ID3 × 60 എന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് 4 സ്റ്റെപ്പുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോഡാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ 4 സ്റ്റെപ്പുള്ള ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കുറയ്ക്കാം? കുറയ്ക്കുക എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ അത് മെയിനായിട്ട് കുറയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ റണ്ണിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കുക, അതായത് റണ്ണിങ് ടൈം കുറച്ചുകൂടെ സ്പീഡിൽ റൺ ചെയ്യിപ്പിക്കുക. അത് ഒരു ആസ്പെക്ട്. ദെൻ സെക്കൻഡ് ആസ്പെക്ട് ഈസ് റണ്ണിങ് സ്പേസ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോഡ് റൺ ചെയ്യാൻ ആവശ്യമായ ആ ഒരു സ്പേസ് കുറയ്ക്കുക. ഈ 2 സംഭവങ്ങളാണ് നമ്മൾ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ ഫാസ്റ്റർ ആയിട്ട് റൺ ചെയ്യിപ്പിക്കാനും അതുപോലെ ലെസ് സ്പേസ് എടുക്കുന്ന രീതിയിൽ റൺ ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാനും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫേസ് ആണ് കോഡ് ഒപ്റ്റിമൈസേഷൻ. Code optimization attempts to improve intermediate code so that the ultimate object program runs faster and takes less space. ഇവിടെ പറയാം, code optimization actually എന്ത് ചെയ്യുന്നു? It attempts to improve the intermediate code. Intermediate code നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? തൊട്ട് മുന്നത്തെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഇന്റർമീഡിയറ്റ് കോഡിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ഓൾറെഡി നമുക്ക് കിട്ടി, തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഇന്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇംപ്രൂവ് ചെയ്യുന്ന എന്തിനാണ്? സോ ദാറ്റ് ദ ഒബ്ജക്ട് പ്രോഗ്രാം, അതായത് നമുക്ക് നെക്സ്റ്റ് കിട്ടേണ്ട ഒബ്ജക്ട് പ്രോഗ്രാം എന്ത് ചെയ്യണം? റൺസ് ഫാസ്റ്റർ ആൻഡ് ടേക്സ് ലെസ് സ്പേസ്. Runs faster and takes less space. Okay, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ആക്ച്വലി ഈ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ഫേസ് ആണ്. കമ്പൽസറി ആയിട്ട് കോഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കണം എന്നില്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ ഓപ്ഷണൽ ഫേസ്. ഇതൊരു കമ്പൽസറി ഫേസ് അല്ല. എങ്കിലും ഇങ്ങനെ ഒരു ഫേസിലൂടെ നമ്മുടെ കോഡ് കടന്നു പോയാൽ, കമ്പൈലേഷൻ സമയത്ത് കടന്നു പോയാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മിനിമം ടൈമിൽ കമ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു കോഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇത്ര നേരം നോക്കിക്കൊടുക്കുന്ന സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ID1 = ID2 + ID3 × 60 അല്ലെങ്കിൽ ID4. തൊട്ട് മുന്നേ നമ്മളൊരു എക്സാമ്പിൾ നോക്കില്ല, അതൊന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ID3 ID4 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ആക്ച്വലി ഇന്റർമീഡിയറ്റ് കോഡിൽ നമ്മൾ അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്? തൊട്ട് മുന്നേ നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് എഴുതിയിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് എഴുതിയപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? temp1 എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് ID3 ഉം ID4 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു ഇല്ലേ? ID3 × ID4. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആൻസർ temp1 ഉണ്ട്. ആ temp1 ആൻസറും ID2 കൂടെ നമ്മൾ എന്ത് ചെയ്തു?
ടെമ്പ് 1 ആൻസറും ID2 കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് അതിനെ ടെമ്പ് 2 കൊടുത്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? അത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അത് ടെമ്പ് 1 കൊടുത്തു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ടെമ്പ് 1ഉം ID2 കൂടെ ടെമ്പ് 2 കൊടുത്തു. ഇനി ഈ ടെമ്പ് 2 എന്നുള്ള ഈ ഫുൾ ഡേറ്റയെ ഞാൻ എന്ത് ചെയ്തു? ID1 കൊടുത്തു. ഇങ്ങനെയല്ലേ ആക്ച്വലി തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത എക്സാമ്പിൾ വച്ചിട്ട് ആണെങ്കിൽ ഇവിടെയും ഇന്റർമീഡിയറ്റ് കോഡ് വരുന്നത് ഇങ്ങനെയല്ലേ ഇപ്പൊ എഴുതിയ എക്സാമ്പിളിന്റെ. അപ്പൊ ഞാൻ ഈ രണ്ട് സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം ഞാൻ ഇതിന് പകരം ചെറിയൊരു മാറ്റം വരുത്തുകയാണേ. ആക്ച്വലി ID3ഉം ID4ഉം ഞാൻ ഇൻഡു ചെയ്ത് ടെമ്പ് 1 കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ ടെമ്പ് 1ഉം ID2 ആഡ് ചെയ്ത് ടെമ്പ് 2 കൊടുത്തിട്ട് ആ ടെമ്പ് 2 ID1 കൊടുക്കുന്നതിന് പകരം ഈ ഒരു സ്റ്റെപ്പ് ഈ രണ്ടുപേരും കോമൺ അല്ലേ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ID1 കൊടുത്തൂടെ? അപ്പൊ എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ സ്റ്റേജിൽ എക്സാമ്പിൾ രീതിയിൽ 3 ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ സിമ്പിൾ ചെയ്തപ്പം ഫസ്റ്റ് ഇതൊരു സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ 3 എന്നുള്ളത് 2 സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. നമ്മൾ സ്റ്റെപ്പിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്തു. അപ്പൊ സ്റ്റെപ്പുകളുടെ എണ്ണം റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ we can reduce the execution time. By reducing the number of steps in a program, we can thereby reduce the execution time. അപ്പോൾ ഇവിടെ എക്സിക്യൂഷൻ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഒരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞില്ലേ ഇല്ലേ? കോഡ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ പറഞ്ഞു എക്സിക്യൂഷൻ ടൈം കുറച്ചുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന കോഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സ്റ്റെപ്പ് കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് എക്സിക്യൂഷൻ ടൈം കൂടി ഇല്ലേ? അപ്പോൾ ഇതാണ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ ആക്ച്വലി നടക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോഡ് ഒപ്റ്റിമൈസേഷൻ. ആസ് എ ഹോൾ ഞാൻ ഇവിടെ എഴുതാം, രണ്ടും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. മൊത്തത്തിലുള്ള ഈ കോഡ് ഇതെന്ന് പറയുന്നത് ആക്ച്വലി 4th സ്റ്റെപ്പിൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇന്റർമീഡിയറ്റ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ ഇങ്ങനെയായിരിക്കും നേരത്തെ എഴുതിയ സ്റ്റേറ്റ്മെന്റിന്റെ വരുന്നത്. 5th സ്റ്റെപ്പ് ആകുമ്പോൾ ഇത് എങ്ങനെ എഴുതാന്നാണ് പറയുന്നത്? ടെമ്പ് 1 ഞാൻ ID3ഉം ID4ഉം ഇൻഡ്യൂ ചെയ്തു. then എന്ത് ചെയ്തു? ടെമ്പ് 1 ഡേറ്റയും ID2 ആഡ് ചെയ്ത് അത് ID1 സേവ് ചെയ്തു. അപ്പൊ 3 സ്റ്റെപ്പിന് പകരം 2 സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞു. അപ്പൊ എക്സിക്യൂഷൻ ടൈം കുറഞ്ഞു. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്തു. അപ്പോൾ ഇതാണ് കോഡ് ഒപ്റ്റിമൈസേഷന്റെ ഔട്ട്പുട്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു, ആ എക്സാമ്പിളിന്റെ കറസ്പോണ്ടിങ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഔട്ട്പുട്ട് ആണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ ഫേസ് ആണ്, മറക്കരുത്. ദെൻ നെക്സ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലറിന്റെ ഫൈനൽ സ്റ്റെപ്പ് കോഡ് ജനറേഷൻ ആണ്. നമ്മൾ സിന്തസിസ് പാർട്ട് പറയുകയാണെങ്കിൽ 3rd സ്റ്റെപ്പ് കോഡ് ജനറേഷൻ. അപ്പൊ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കോഡ് ജനറേഷനിൽ നമ്മൾ പറഞ്ഞു ആദ്യമേ അസംബ്ലി കോഡ് അല്ലെങ്കിൽ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റേജ് നടക്കുന്നത്. അപ്പോൾ അസംബ്ലി കോഡ് ആണെങ്കിൽ അതിൽ എന്ത് കാണും? രജിസ്റ്റേഴ്സ് കാണും. സ്വാഭാവികമായിട്ട് രജിസ്റ്റേഴ്സിന്റെ യൂസ് ചെയ്തിട്ടാണ് അസംബ്ലി കോഡ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R1 R2 എന്ന് എഴുതിയിരിക്കുന്നത് രജിസ്റ്റേഴ്സിനെയാണ്. R1 രജിസ്റ്റർ, R2 രജിസ്റ്റർ ഒക്കെയാണ്. മൂവ് MOV എന്നുള്ള മൂവിന്റെ ഉദ്ദേശം ഒരു വേരിയബിൾ, ഒരു ഡേറ്റയെ വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. ദെൻ പിന്നെ ഉള്ളത് ആഡ്, ADD ആണ്. ആഡ് മീൻസ് നോർമൽ അഡിഷൻ എന്നുള്ള ഓപ്പറേറ്റർ. MUL മൾ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ തൊട്ട് പിന്നെ നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റിനെ കറസ്പോണ്ടിങ് കോഡ് ജനറേഷൻ ഇങ്ങനെയായിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യം R1 എന്നൊരു രജിസ്റ്റർ എടുത്തു. എന്നിട്ട് R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ ID3 മൂവ് ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് എന്ത് ചെയ്തു? R1 എന്നുള്ള രജിസ്റ്ററിനും 60.0 എന്നുള്ളൊരു വാല്യൂ, അതൊരു നമ്പർ, ഒരു വാല്യൂ ആയതുകൊണ്ടാണ് ഹാഷ് സിമ്പിൾ യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹാഷ് എന്നുള്ള സിമ്പിൾ എഴുതാൻ കാരണം ഇതൊരു നമ്പർ ആയതുകൊണ്ടാണ്. അപ്പോൾ R1 നമ്മൾ ID3 എന്നുള്ള ഒരു ഐഡന്റിഫയർ R1 രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ആക്ച്വലി ഇവിടെ അങ്ങോട്ടാണ് സംഭവിക്കുന്നത്. R1 രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ R1 60.0 എന്നുള്ള വാല്യൂ, അതായത് ഇൻ എഫക്ട് ID3 എന്നുള്ള ഐഡന്റിഫയറിനോടൊപ്പം 60 എന്നൊരു നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നമ്മൾ അവിടെ അങ്ങനെയായിരുന്നല്ലോ ചെയ്തത്. ദെൻ എന്ത് ചെയ്തു? ID2 ഇരിക്കുന്ന ഡേറ്റയെ R2 എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ID2 സെക്കൻഡ് ഐഡന്റിഫയറിലെ ഡേറ്റയെ R2 എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ദെൻ R1 ഡേറ്റയും R2 ഡേറ്റയും, R1 എന്താണുള്ളത്?
60യും R1 കൂടെ ആഡ് ചെയ്ത ആൻസർ ആണ് ഇപ്പോൾ R1 ഇരിക്കുന്നത്. ആ ഫസ്റ്റ് R1 ഉണ്ടായിരുന്ന ID3യും 60യും കൂടെ ആഡ് ചെയ്തപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അവിടെ ഒരു ആൻസർ ആയി R1 രണ്ടും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസർ വന്നിരിക്കും. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷനിലുള്ള ആളിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്റ്റെപ്പിൽ ID2 ഞാൻ R2ലേക്ക് സ്റ്റോർ ചെയ്തു, മൂവ് ചെയ്തു. ദെൻ R1ഉം R2ഉം കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, R2ൽ എന്താണോ ഇരിക്കുന്നത് ആഡ് ചെയ്ത ആൻസർ ആണ്. ഇവിടെ ആഡ് ചെയ്ത ആൻസർ R2ലാണ് ഇരിക്കുന്നത്. R2 ഇരിക്കുന്ന ആൻസർ ആഡ് ചെയ്ത ആൻസർ ID1ലേക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിളിന്റെ കറസ്പോണ്ടിങ് ജനറേറ്റഡ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൈലറിന്റെ ഫേസിലെ സിന്തസിസ് പാർട്ടിലുള്ള 3 ഫേസുകളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഫൈനലി കോഡ് ജനറേഷൻ. അപ്പോൾ ഈ 3 ഫേസും പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത 3 അനാലിസിസ് ഫേസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫേസസ് ഓഫ് കമ്പൈലർ എന്ന പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മെയിൽ ID-യിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.